ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രാവിലെ ആയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ലഞ്ചാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മീനും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് വാങ്ങി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും കുറച്ച് പലചരക്ക് സാധനങ്ങളും എല്ലാം വാങ്ങാനുണ്ട്. അതെല്ലാം വാങ്ങി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്ന് കാണാം. ഓക്കെ. സൺഡേ അപ്പോൾ വീക്കെൻഡ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നത്തെ കുറച്ച് പരിപാടികളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് അത് ഞങ്ങൾ ടീമായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ, പിന്നെ ഷൈന്, ലീബ, രാജേഷ്, അങ്ങനെ 4 പേരുടെ ടീമിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇന്നത്തെ കുക്കിങ്ങും ഇന്നത്തെ ചലഞ്ചസും റീലും എല്ലാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തുവാണ്? പട്ടി അത് കുറയ്ക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് മസാല, നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം അതും ഡാൽ ഫ്രൈ, പപ്പടം, അച്ചാറ്, സലാഡ്. ഓക്കെ, അതാണ് ഫസ്റ്റ്. തുടർന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട് വൈകിട്ട്. പിന്നെ വേറെ എന്താ, പൊട്ടറ്റോ ചിപ്സ് അല്ലേ, ഫ്രഞ്ച് ഫ്രൈസ് എന്നും പേര് പറയാം, അത് തന്നെ പൊട്ടറ്റോ. പിന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പൊ അത്യാവശ്യം ഇവിടെ മസാല കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ വിടാൻ പോകുന്നു നമ്മുടെ ഇത്തിക്കരയാറിന്റെ തീരത്തോട്ട്. അപ്പൊ അവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോകണം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കേരച്ചൂരയാ മേടിച്ചു, അപ്പൊ അതങ്ങ് മാഗ്നേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇത് നമുക്ക് മസാല പുരട്ടാൻ പോവാണ്. ഇതൊരു അരമണിക്കൂർ മസാല പുരട്ടി വെക്കേണ്ട കാര്യമുണ്ട്. ഇത് ഇവിടെ നിന്നെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ആറ്റുവാരത്തോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ. മഞ്ഞപ്പൊടി എടുക്കുക. ഓക്കെ, കാശ്മീരി ചില്ലിയാണ്. ഒരു 2.5 സ്പൂൺ ഇട്ടോളെ. ഉപ്പ് 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 ഒരു പൊടിക്ക് ഇത്രയും മതിയല്ലോ. എത്ര നേരം വെക്കണം? ഒരു അരമണിക്കൂർ. ഫ്രണ്ട്സ്, നമ്മൾ പുരട്ടി വെച്ച മീൻ അത് ഒരു പകുതി വേവിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഒരു സൈഡിൽ നമ്മൾ ഡാലിൻ്റെ പരിപാടി തുടങ്ങി. അപ്പം കാർത്ത് നമ്മുടെ ഡാലെല്ലാം ഫ്രഷാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിരിക്കുകയാണ്. അരവേവ് മതി കേട്ടോ. ഒരു സ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. ഓക്കെ. ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഡാൽ, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ഡാല് വേവിച്ച് കഴിഞ്ഞിട്ട് നല്ല കട്ടിയാണ്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. കടുവെല്ലാം വറുത്തിട്ട് മല്ലിയെല്ലാം ഇട്ട് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് ഓക്കെ. കാണാനുള്ളത് കണ്ട് ജീരകം 1 സ്പൂണ്, ഒരു വലിയ ടീസ്പൂൺ തന്നെ നമ്മൾ. ഒരു 8-9 വെറ്റിൽമുളക്, വെളുത്തുള്ളി. ഇതൊന്ന് ചൂടാക്കി എടുക്കും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, വറ്റൽമുളക്, ജീരകം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇത് ഇച്ചിരി പുളിവെള്ളം. അപ്പോൾ നമുക്ക് ഈ ചോപ്പ് പരുവത്തിലാക്കി വെച്ചിരിക്കുന്ന സവാള കൂടുതലാണ്.
മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഈ സ്പൂണിന് 3 സ്പൂൺ പോരെ, പച്ചമുളക് നല്ലോണം ഗ്രൈൻഡ് ചെയ്യും. നമുക്ക് ഈ മസാല പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ടിട്ട് കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി ഇടുക. വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില, മസാല എല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ഹാഫ് ഫ്രൈ ആണ് ചെയ്ത് വെച്ച് ഫിഷ് അതിനകത്തോട്ട് ഇടുകയാണ്. ഇനി ഇതൊക്കെ മീനാണ്, അതുകൊണ്ട് വളരെ പുതിയാതിരിക്കും. അതുകൊണ്ട് നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ വറുത്തയാണ്, എന്നാലും ശരി തന്നെ ഫിഷ് ആയതുകൊണ്ട് ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ടോട്ടലി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. എന്താ ഇതായിട്ടെണ്ണ വെള്ളം തിളച്ച് ആയിട്ടോ. ഇനി ഈ അരിയുടെ ടേസ്റ്റിന്, ചോറിൻ്റെ ടേസ്റ്റിന് വേണ്ടി നട്ട്സ്, പച്ച നട്ട്സ് പിളർത്തി നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൽ ഇട്ട് കൊടുത്തിട്ട് സ്വല്പം നെയ്യ്, പട്ട, ഏലക്ക, ഗ്രാമ്പു ഐറ്റംസ് ഇതിനകത്തോട്ട് ജസ്റ്റ് ഒരു അതാ റൈസാണെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടി. മീൻകറി അന്തിമ ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പാല്, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ തുടങ്ങിയതാണ്. പർച്ചേസിങ്ങിലൂടെ പോയി സാധനങ്ങൾ മേടിച്ച് അല്ലേ. അപ്പം ഞങ്ങളുടെ വിഭവങ്ങളെല്ലാം റെഡിയായി. നൈറ്റിലേക്കുള്ള ഗ്രില്ലിനുള്ളതും പുരട്ടി വെച്ച് എല്ലാം പുരട്ടി വെച്ചു. അപ്പം ഇനി വളരെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുള്ളൂ അല്ലേ. അതെ, പുതിന ചട്നി, പിന്നെ വേറെന്തായിരുന്നു, ഗ്രീൻ സലാഡ്, അതേ ഉള്ളൂ. അപ്പോൾ മയോണീസൊക്കെ ഏറെക്കുറെയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇച്ചിരി ഇവിടെ ബാക്കി അതിൻ്റെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കിയാൽ വീഡിയോ നോക്കി ഞങ്ങൾ റൈസ്, ഓക്കെ, ബാസ്മതി റൈസാണ്. അത് ഇച്ചിരി വെറൈറ്റി ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റൈസിലും അതെന്താന്നുള്ള കഴിച്ചു നോക്കിയിട്ട് അവർക്കൊക്കെ ഒരു പുഞ്ഞം. പിന്നെ അടുത്തതായിട്ട് എരിഞ്ഞ് പോരെ ഫിഷ്, നോർത്ത് ഇന്ത്യൻ ഫിഷ് മസാലയാണ്. എന്താ മണമുണ്ടോ? മണമുണ്ടല്ലോ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ദാബ ഡാൽ ഫ്രൈ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മണത്തിൻ്റെ കൂടെ അപ്പോൾ ഒരു സ്വല്പം നെയ്യും കൂടെ ആ ഡാലിൽ ചേർത്തേക്കുക. ഞാൻ ആക്ച്വലി ഇത് തുറന്നപ്പോഴാണ് അത് ഇതിനെ. ഒരു മിനിറ്റ് ഇതേ ഒരു സ്വല്പം. ഓക്കെ, റൈറ്റ്. അടുത്ത സലാഡാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടോ അരിജുകളെ? വരുന്നില്ലേ? ഓക്കെ. അടുത്ത എല്ലാം നോർത്ത് ഇന്ത്യൻ ശൈലിയാണ്. മസാല പപ്പട്. ഓക്കെ. പിന്നെ അച്ചാർ മാത്രം നമ്മൾ വെളുത്തുള്ളി അച്ചാർ മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്ത് ഒരു ടേസ്റ്റിന് വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞങ്ങൾ ഗായ്സ് ഇവിടുത്തെ നേരെ ഞങ്ങൾ എവിടാ നമ്മുടെ ഇത്തിക്കര ആറിൻ്റെ ഏതെങ്കിലും ഇരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ സ്ഥലത്തോട്ട് പോയി ഇനിയുള്ള സമയം അവിടെ ചെലവഴിക്കാനാണ് ഞങ്ങൾ തീരുമാനം. ഓക്കെ ഗായ്സ്, നിങ്ങളെല്ലാം റെഡി അല്ലേ? അപ്പോൾ ഗോ പാക്കപ്പ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡെല്ലാം ആയിട്ട് താഴെ ആറ്റിലോട്ട് പോയി കയറിപ്പോണ്ട് അകത്തോട്ട്. ആഹാ, അതിന്റെ ഇടയ്ക്ക് രണ്ടുപേരും ഇരിപ്പുണ്ട് കേട്ടോ. ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളിപ്പം നമ്മുടെ ഇത്തിക്കര ആറിൻ്റെ ചുവട്ടിൽ നമ്മുടെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ വസ്തുവിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പം ഫുഡെല്ലാം ഒരുക്കി ഇവിടെ താണ്ട എല്ലാവരും ഇവിടെ വന്നു. നമ്മുടെ തന്നെ ഫാമിലി മെമ്പറായ ജോബി ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം 2-3 കണമ്പൊക്കെ കിട്ടി. ഒരെണ്ണം ഇനിയിപ്പോൾ നമ്മളിവിടെ ഉണ്ട്. ലൈവ് വീഡിയോ കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം.
അപ്പം ഫുഡ് കഴിക്കാൻ ഒരുപാട് താമസിച്ചു നമ്മള്. ശരിക്കും പറഞ്ഞാൽ 2-2:30 ആകുമ്പോഴത്തെ റെഡി ആവുമെന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതായി കാർത്തു ഫുഡൊക്കെ എടുത്ത് കൊച്ചിന് കൊടുക്കുവാണോ? അതുകൊണ്ട് ആദ്യം കുഞ്ഞുങ്ങൾ കൊടുക്കുവാണ്. നമ്മുടെ ലച്ചുവും ഋതുവൊക്കെ വളരെ കാര്യമായിട്ട് ഓടി കളിച്ച് എങ്ങനെയുണ്ട് ഇന്നത്തെ? എവിടെ കിടക്കുന്ന മീൻ? അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. എല്ലാം ഇത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇപ്പം ഒരു 5 മിനിറ്റ് മുമ്പ് അതാണ്ട് ഇവിടെ ഒരു മീൻ കിട്ടിയതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കയറി വരുന്ന ലാസ്റ്റ് മൊമെന്റ് ചൂണ്ട വളഞ്ഞത് മിസ്സായിരിക്കും. ബാക്കി പക്ഷേ നമുക്ക് ഒരു വീഡിയോ ഒന്ന് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നോക്കിയിട്ട് പറയണം. ഞങ്ങളെ ടീം ക്യാപ്റ്റൻ റോബിനോടൊപ്പം വൈസ് ക്യാപ്റ്റന്മാരായ ലീബ. ഇതേക്ക് ഞങ്ങൾ അടുത്ത ആഴ്ചയും പറയും. ഇതേക്ക് ഞങ്ങൾ അടുത്ത ആഴ്ചയും പറയും. ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് അഭിപ്രായം പറയണം. ഇതെല്ലാം പാട് കെട്ടിട്ടെ ടീം അടുത്തിരുന്നോ ടീം പപ്പേണ്ണ അടുത്ത ആഴ്ച ഓരോ ടീം വരുന്നുണ്ട്. ഇവരെ പൊട്ടിക്കണം. എല്ലാരും വൃത്തിയായിട്ട് കഴിപ്പിച്ചിട്ടെ സ്മിത ഇന്ന് രാവിലെ എണ്ണിച്ച് വന്ന ഉടനെ ലോ പ്രഷർ ബോധം പോയി. അവസാനം കൊണ്ട് ട്രിപ്പൊക്കെ ഇട്ടിരുന്നേക്ക് ഇനി കഴിപ്പിച്ചിട്ട് വേണം എനർജി ആക്കാനായിട്ട്. എന്തൊക്കെയുണ്ട്? ചോറ്, ദാൽ ഫ്രൈ, ചൂരയാണ് ഇതിന്റെ മെയിൻ. ടീം മെമ്പർ തന്നെ ആദ്യം എടുത്തങ്ങ് തിന്നുവാണോ? ബാക്കിയുള്ളവർക്ക് ഇവിടെ നിൽക്കും. വെളുത്തുള്ളി അച്ചാറിനകത്ത് മാങ്ങ അച്ചാർ എടുക്കും. വെളുത്തുള്ളി അച്ചാർ വെളിയിൽ നമ്മൾ മേടിച്ചത് ആക്ച്വലി റെഡിമെയ്ഡ്. പക്ഷെ ഭയങ്കര ഉപ്പായി പോയി. പിന്നെ രഞ്ജുവിന്റെ മാങ്ങ അച്ചാറാണ് നമ്മൾ ഇന്ന് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ കട ഞങ്ങൾ വീട്ടിൽ പോകാം. ഇതാ ലജ്ജു വേണ്ടെന്ന് പറഞ്ഞേട്ടാ. അതുകൊണ്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എതിർ ടീം ക്യാപ്റ്റനാണ്. അപ്പം അടുത്ത ആഴ്ച അവർക്ക് വരുമെന്നറിയാൻ നമ്മളെ സഹായം വേണ്ടി വരും. സത്യസന്ധമായിട്ടുള്ള മറുപടി മാത്രമേ പറയാനുള്ളൂ കേട്ടോ. പരാജയമാണെങ്കിൽ പരാജയം തന്നെ പറയണം കേട്ടോ. അതിനകത്ത് മുഖം നോക്കിയൊന്നും വേണ്ട. എല്ലാരും കഴിച്ചാ? എങ്ങനെയുണ്ട് റോബിങ്ങളെ ഫുഡൊക്കെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും തന്നെത്താനെ പുകഴ്ത്തിയെന്ന് പറയും. അങ്ങനെ എന്നാലും അഭിപ്രായം പറയണ്ടേ? എന്റെ രീതിയിൽ ഞാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. മീൻകറി അടിപൊളിയായിരുന്നു. എന്തായാലും ബാക്കിയുള്ളൊരു അഭിപ്രായം പറയട്ടെ. പിന്നെ ഒരുപാട് മത്തായി ഇനി എന്തോ പറയുന്ന അറിയാൻ വയ്യ. 5-6 വട്ടമൊക്കെ കഴിച്ച മത്തായകളുണ്ട്. ജോബിയാജ എങ്ങനെയുണ്ട് ഫുഡ്? കണ്ട കുറച്ച് പേര് ഇവിടെ നിന്ന് കഴിക്കുവാണ്. വിഷ്ണുവാണ് ഇതെന്തോ മീൻകറിയാന്നറിയാവോ? ചൂരക്കറി. നമ്മള് നാടൻ ചൂരക്കറി അല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. രേഷണ കാണിച്ച് ഇറങ്ങിയതല്ലേ എന്തൊക്കെ പോയി. പറഞ്ഞു പറഞ്ഞ മറ്റേ പൊങ്ങിരുന്ന് കൊള്ളാലെന്ന്. അപ്പൊ എവിടാ എന്തിനാ കരയുന്നേ? എന്നാ പോലെ പോകുന്നില്ല. പോകുന്നില്ല.